ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എജ്യൂകസ്റ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പൈത്തൺ ഒരു കോഡ് ചെയ്യുന്ന സമയത്ത് നമുക്കതിനകത്ത് വേരിയബിൾസ് യൂസ് ചെയ്യേണ്ടി വരും, ഫങ്ഷൻസ് യൂസ് ചെയ്യേണ്ടി വരും, അതുപോലെ ക്ലാസ്, മൊഡ്യൂള്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കൊരു പൈത്തൺ കോഡ് ചെയ്യുന്ന സമയത്ത് ആവശ്യം വരും. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്ന സമയത്ത് ഇതിനെല്ലാത്തിനും ഓരോ യൂസർ ഡിഫൈൻഡ് നെയിമുകൾ കൊടുക്കാറുണ്ട്. ഒരു വേരിയബിളിനാണെങ്കിൽ നമ്മൾ പേര് കൊടുക്കാറുണ്ട്, ഫംഗ്ഷൻ ആണെങ്കിൽ പേര് കൊടുക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ഈ കോൺസെപ്റ്റിനെല്ലാം നമുക്കിഷ്ടമുള്ള പേരുകൾ കൊടുക്കാറുണ്ട്. അത്തരം പേരുകളെയാണ്, അല്ലെങ്കിൽ അങ്ങനെ പേര് കൊടുക്കുന്നതിനെ പറയുന്ന പേരാണ് ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഐഡൻറ്റിഫയർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നമുക്ക് റാൻഡം ആയിട്ട് ഒരു പേരൊന്നും ഒരു വേരിയബിളിനോ ഫംഗ്ഷനോ ഒന്നും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. നമ്മൾ അതിന് ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂളുകളുണ്ട്. അതുപോലെ തന്നെ പൈത്തണിലൊരു എൻ്റയർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. പൈത്തൺ എന്ന് പറയുന്നത് ഒരു കേസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. അപ്പോൾ ആ സെയിം കോൺസെപ്റ്റിന് നമുക്ക് ഐഡൻറ്റിഫയറിൻ്റെ കാര്യത്തിലും അത് ആപ്ലിക്കബിൾ ആണ്. അതായത് സ്മോൾ ലെറ്റർ എയും ക്യാപിറ്റൽ ലെറ്റർ എയും ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. അതായത് നമുക്ക് ഒരു സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്ത് നമുക്കൊരു വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതേസമയം സെയിം കോഡിനകത്ത് നമുക്ക് ക്യാപിറ്റൽ എ ഉപയോഗിച്ചിട്ട് വേറൊരു വാല്യൂവിനെയും അസൈൻ ചെയ്യാൻ പറ്റും. അതായത് പൈത്തൺ ഇവർ രണ്ട് പേരെയും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും കൺസിഡർ ആയിട്ട് ചെയ്യാം. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ കേസ്. പിന്നെ നമുക്ക് കുറച്ച് റൂളുകളാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് റൂളാണ് ഒന്നെന്ന് പറയുമ്പോൾ ഐഡൻറ്റിഫയേഴ്സ് നമുക്ക് എന്തായിരിക്കണം, അത് എ ടു സെഡിൻ്റെ ഇടയിലുള്ള ലെറ്റേഴ്സിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യും. അതായത് ലോവർ കേസ് ആയിക്കോട്ടെ, അപ്പർ കേസ് ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. എ ടു സെഡിൻ്റെ ഇടയിലുള്ള ഏത് ലെറ്റർ വേണമെങ്കിലും നമുക്കൊരു ഐഡൻറ്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ 0 to 9 നമ്പേഴ്സ് വരുന്നതും നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സിൽ പെടുന്ന അണ്ടർസ്കോറും നമുക്കൊരു ഐഡൻറ്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാം. 3 കാര്യങ്ങളാണ് ഐഡൻറ്റിഫയേഴ്സ് ആയിട്ട് നമ്മൾ മെയിൻലി യൂസ് ചെയ്യാം. എ ടു സെഡ്, അത് സ്മോൾ ലെറ്റർ ആകാം, ക്യാപിറ്റൽ ലെറ്റർ ആകാം. അതുപോലെ തന്നെ അണ്ടർസ്കോർസ് നമുക്ക് യൂസ് ചെയ്യാം. വേറെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെന്താണ്, നമുക്ക് ഡിജിറ്റ്സും യൂസ് ചെയ്യാം. അതായത് 0 to 9 വരെയുള്ള ഡിജിറ്റ്സും യൂസ് ചെയ്യാം. അതേപോലെ വരുന്ന മറ്റൊരു റൂളാണ്, നമ്മൾ പൈത്തണിനകത്തുള്ള റിസർവ്ഡ് കീവേഡുകളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല ഒരു ഐഡൻറ്റിഫയർ ആയിട്ട്. കീവേഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കറിയാം ഫോർ എന്ന് പറയുന്ന കീവേഡ് ഉണ്ട്, ഇന്നൊരു കീവേഡാണ്. അതുപോലെ എന്താണ് ഡു ഒരു കീവേഡാണ്, വൈൽ ഒരു കീവേഡാണ്. അതുപോലെ തന്നെ ഫ്രം, വിത്ത്, ഇങ്ങനെ ഒരുപാട് കീവേഡ് നമ്മുടെ പൈത്തണിനകത്തുണ്ട്. അപ്പോൾ എന്താണ്, ഈ കീവേഡുകളൊന്നും നമുക്ക് ഒരു ഐഡൻറ്റിഫയർ നെയിമായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. മൂന്നാമത്തെ ഒരു റൂളാണെന്ന് പറയുമ്പം എന്താണ്, ഐഡൻറ്റിഫയേഴ്സ് ഒരിക്കലും ഒരു ഡിജിറ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ പറഞ്ഞു നമുക്ക് ഡിജിറ്റ്സ് 0 to 9 ഒരു ഐഡൻറ്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷെ അതൊരിക്കലും ഒരു ഐഡൻറ്റിഫയറിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് വരാൻ പാടില്ല. അതായത് ഇപ്പോൾ നമ്മളൊരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യാണ്, 0 എന്ന് പറഞ്ഞൊരു വേരിയബിൾ നെയിം കൊടുക്കാൻ പാടില്ല. പകരം നമുക്ക് ഇങ്ങനെ കൊടുക്കാം, A0 = 2. അതായത് A0 എന്ന് പറയുന്ന ഒരു വേരിയബിൾ നെയിമിലോട്ട് 2 എന്ന് പറയുന്ന വാല്യൂവിനെ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരിക്കലും ഒരു ഡിജിറ്റ് ഒരു വേരിയബിൾ നെയിമിൻ്റെ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നെയിമിൻ്റെ ഒന്നും സ്റ്റാർട്ടിങ്ങിലായിട്ട് വരാൻ പാടില്ല. നാലാമത്തെ ഒരു റൂളാണ്, നമുക്ക് സ്പെഷ്യൽ സിമ്പിൾസ് അണ്ടർസ്കോർ ഒഴികെയുള്ള വേറൊരു സ്പെഷ്യൽ സിമ്പിൾസും നമുക്കൊരു ഐഡൻറ്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൽ എന്താണ്, നമുക്ക് ആംബസൻഡ് ഉണ്ട്, എക്സ്ക്ലമേഷൻ ഉണ്ട്, ഹാഷ് ഉണ്ട്, ഡോളർ സൈൻ ഉണ്ട്, പെർസെൻറ്റേജ് ഉണ്ട്. ഇതൊന്നും നമുക്ക് ഐഡൻറ്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ആകെ നമുക്ക് അണ്ടർസ്കോർ മാത്രമേ ഒരു ഐഡൻറ്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ലാസ്റ്റത്തെ റൂളാണ്, ഐഡൻറ്റിഫയർ ക്യാൻ ബി ഓഫ് എനി ലെങ്ത്. അതായത് നമുക്കൊരു വേരിയബിളിന് പേര് കൊടുക്കുമ്പോഴോ ഫംഗ്ഷന് പേര് കൊടുക്കുമ്പോഴോ ഒരു മൊഡ്യൂളിന് പേര് കൊടുക്കുമ്പോഴോ അതിന് ലെങ്ത് എന്ന് പറയുന്നത് ഒരു മാറ്ററേ അല്ല. നമുക്ക് ഇഷ്ടമുള്ള അത്രയും ലെങ്ത്തിൽ നമുക്ക് പേര് കൊടുക്കാം. അതിപ്പോൾ ഷോർട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലെങ്ത് ആയിക്കോട്ടെ, നോ മാറ്റർ, നമുക്ക് എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും അത് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പേര് കൊടുക്കുന്ന സമയത്ത് ഐഡൻറ്റിഫയർ ആയിട്ട് പേര് കൊടുക്കുന്ന സമയത്ത് അത് മീനിങ് ഫുൾ ആവാൻ ശ്രദ്ധിക്കുക. കാരണം മീനിങ് ഫുൾ ആവുന്ന സമയത്ത് എന്താണ്, നമ്മുടെ കോഡ് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആകുകയും ഇൻ ഫ്യൂച്ചർ നമുക്ക് അതിലെന്തെങ്കിലും ഡൗട്ട്സ് വരുന്ന സമയത്ത് നമുക്ക് ആ പേര് കാണുമ്പോഴേ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും ഇന്ന പേരുകൾ നമ്മൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത് എന്നുള്ളത്.